ഈ സ്ഥലം കണ്ടെത്തുന്നതിന് ഇടയാക്കിയ ഒരു ഭാഗവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ. ഇവിടെയുള്ള ഒരാള് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇങ്ങനൊരു സ്ഥലം ഇവിടെ കിടക്കുകയാണ്, കാട് പിടിച്ച് കെട്ടിക്കിടക്കുകയാണ്, കണ്ട മറ്റു മൃഗങ്ങളും ഒക്കെ ഇവിടെ വന്ന് ചേരുന്നു, നാട്ടുകാർക്കൊരു ശല്യമായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്തായിരുന്നു. ഇത് എന്തെങ്കിലും പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു ആ കത്തിലൂടെ ചോദിച്ചത്. മുഖ്യമന്ത്രിന്റെ ഭാഷയിൽ പറഞ്ഞ അതേ ഇതാണ് ഞാൻ പദാന്ന് ഉപയോഗിച്ചത്. അപ്പൊ കൃത്യം കത്ത് വായിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇഴജന്തുക്കളും മൃഗങ്ങളും എല്ലാം കൊണ്ട് നമുക്കിവിടെ രക്ഷയില്ല എന്നും പറഞ്ഞിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. ശരിക്കും സത്യം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കത്തിലെത്തിയ വാചകങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നുമില്ല, വളരെ കൂളായിട്ട് വന്ന് ഇരുന്ന് പോകുന്നെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രിയും വളരെ വിസ്മയകരം തന്നെ അദ്ദേഹം എന്നെ നോക്കി. ഏതായാലും അതിന് തുടക്കം കുറിച്ചതൊരു കത്താണ്. ആ കത്ത് എൻ്റെ ഓർമ്മയൊരു സ്ത്രീ അയച്ചു എന്നാണ്. ഏതായാലും ആ കത്താണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളാണ് അയച്ചത്? അതാണ്. അപ്പോൾ എങ്ങനെയാണ് നാടിൻ്റെ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നത് എന്നതാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. ചിലപ്പോൾ ഇരിക്കട്ടെ ഒരു കത്ത് എന്ന മട്ടിൽ ചിലർ അയക്കുകയാണ് കത്ത്. എന്നാലും അതെല്ലാം നാടിൻ്റെ പ്രശ്നമായി ഗൗരവമായി ആലോചിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ അത് പ്രയോഗത്തിൽ വരാനിടയായത്.